ഹേയ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ് ഗൈസ്. ഇപ്പോൾ സമയം 7:45 കേട്ടോ. ഇപ്പോൾ എമ്മാതിരി ചൂടറിയോ, എമ്മാതിരി ചൂടറിയോ. എന്ന് 10 മണി കഴിയുന്ന വരെ ചൂട് എങ്ങനെയൊക്കെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മുറ്റത്തിരിക്കും, അല്ലെങ്കിൽ ഇതേപോലത്തെ തണുത്ത വെള്ളം കുടിക്കേണ്ടി വരും. എമ്മാതിരി ചൂട് പറഞ്ഞാൽ എമ്മാതിരി എനിക്ക് കാര്യമായിട്ട് വർത്തമാനം പറയാൻ പോലും തോന്നില്ല. 10 മണി വരെ 10 മണി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും, വ്ലോഗ് ക്ലോസ് ചെയ്യും. അത് വരെ ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയൊക്കെ ഈ ചൂട് ബാലൻസ് ചെയ്ത് വെക്കണം കേട്ടോ. അമ്മാതിരി ചൂട് പറഞ്ഞാൽ അമ്മാതിരി ചൂട്. ഇപ്പം ഞാൻ മുറ്റത്ത് ഷർട്ട് ഇടാതെ മുറ്റത്ത് ഇരുന്നിട്ട് തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മേലെ വീട്ടിൽ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് കൊണ്ടുവച്ചതാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതേക്ക് നല്ല തണുത്തുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ മേലിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ കാര്യം പറഞ്ഞാൽ ഈ ചൂടത്ത് നല്ല ഉറക്കം വരുന്നുണ്ട്. ആ റൂമിലാണ് എനിക്ക് കടന്നുറങ്ങാനും തോന്നില്ല. ആ റൂമിലൊക്കെ നല്ല ചൂടാട്ടോ. എനിക്കിപ്പോൾ ഉറങ്ങാനും തോന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നടക്കൂല. അപ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് തണുത്താണ് കുടിക്കുക. തണുത്തിടാണോ മൊത്തം നിൽക്കണേ, രാത്രിത്തേക്ക് വെക്കണം കേട്ടോ. സത്യം പറയാലോ, എനിക്ക് കാര്യമായിട്ട് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നില്ല. കാര്യമായിട്ട് എനിക്കിപ്പോൾ എന്താ അറിയില്ല, എന്താ പറയുക, ആകെ ഒരു ക്ഷീണം പോലെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നില്ല. രാവിലെയാണ് ഉഷാറാക്കിയേനെ, പൊളിച്ചേനെ. ഈ കാര്യമായിട്ട് കാര്യം പറയാലോ. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ തോന്നുന്നില്ല. ബാക്കി അത് കഴിക്കുന്നു. അമ്മ അതൊന്ന് കഴിക്കാൻ പറയുമ്പോ എനിക്ക് ഉണ്ടാക്കുക. അവള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവള് അതാണ് ഈ കയ്യും വെക്കൂല. എന്താ മുട്ടയും പിന്നെ എന്തൊക്കെയോ മസാലയൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയേക്കണം. എന്നിട്ട് കൈ വെക്കൂല. കേണി എന്നിട്ടാണ് മൊബൈല് TV കണ്ടിരിക്കണം, സീരിയല് പരസ്യക്കണേ. കേണി കൈ കേക്കാണ്. നീയല്ലേ ഉണ്ടാക്കിയേ, നീ ഉണ്ടാക്കിയോ? നീ എന്നല്ലേ പറഞ്ഞ, നീ തിന്ന മാത്രം നീ എന്നെ കൈ കേക്ക്. കൈ കേക്ക്. പിന്നെ രാവിലെ ആരെ കൈ വെച്ചു? നീ കൈ വെച്ചേ വന്ന് കഴുകു. എനിക്ക് ഉണ്ടാകണം, എനിക്ക് വിശക്കുണ്ട്. അപ്പൊ ആദ്യത്തെ കഴിക്കാൻ പറയാമോ? എന്നാ ആദ്യത്തെ ഞാൻ എന്തെങ്കിലും സോയാബി ഫ്രൈ ചെയ്യാം. ഓ, നീ നിനക്കുള്ള മാത്രമേ ഉണ്ടാക്കിയില്ലേ, അപ്പൊ നമുക്കൊന്നും വേണ്ടല്ലേ. നീ ക്യാമറേന്റെ മുന്നിൽ നിന്റെ റിയൽ രൂപം എടുക്കാൻ പറ്റുമോ? ക്യാമറേന്റെ ഫ്രണ്ടില് നിന്റെ റിയൽ എടുക്കാൻ പറ്റുമോ? ക്യാമറേന്റെ ഫ്രണ്ടില് നീ റീലാവാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക്. ക്യാമറ കൊണ്ടുവരുമ്പോ നീ സൈലന്റ് ആവണ്ടല്ലോ. ഞാനീ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാമറ ഫ്രണ്ട് കൊണ്ടുവരുമ്പോ ഉണ്ടല്ലോ പട്ടി തിണ്ടി ഒന്ന് തെറി വിളിക്കല്ലേ. ഇടയ്ക്ക് ഞാൻ അങ്ങനെ തല്ലുമ്പോ ഉണ്ടല്ലോ, ഓടെ പട്ടി തിണ്ടി അങ്ങനെ അതുക്കും മേലെ. ഫസ്റ്റ് ഒരു പ്ലേറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് കുറച്ച് സോയാബി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 6 മിനിറ്റോ 7 മിനിറ്റ് കഴിഞ്ഞാൽ അത് പിന്നെ കുതിർന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഫ്രൈ ചെയ്യാം. കുറച്ചുള്ളൂ. എനിക്കുള്ളത് മതി. എനിക്കൊരു ഇത്രയൊക്കെ മതിയാവും. ഞാനേ രണ്ടെണ്ണല്ലോ. ഞാനേ ഇപ്പോൾ വരാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ആകാശം ഫുള്ള് ക്ലീനായി കിടക്കും. ഒരു മേഘവും ഇല്ല, കാർമേഘം ഒരു തേങ്ങയും ഇല്ല. ഫുള്ള് ആകാശം പറഞ്ഞാൽ ഫുള്ള് ക്ലീനായി കിടക്കും. നക്ഷത്രങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് നക്ഷത്രങ്ങളൊക്കെ. പക്ഷെ ചന്ദ്രനെ കാണുന്നില്ല, അത് മാത്രം കാണുന്നില്ല. സോയാബീൻ കുറച്ചും കൂടി ആവാണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ നീ ചെയ്താൽ കേട്ടോ. സോയാബീൻ്റെ ഇടയിൽ ഇതെന്താ? കടല. നന്ദുവിനും പഠിപ്പിച്ചു കൊടുക്കാം. നന്ദു പഠിക്കട്ടെ. നന്ദു പിന്നെ വീട്ടിൽ കറിയൊന്നും ഇല്ലാത്തപ്പോൾ നന്ദു സോയാബീൻ ഒക്കെ ഉണ്ടാക്കി തിന്നോട്ടെ. സോയാബീൻ ഉണ്ടാക്കി തിന്നു. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി എങ്ങനെയുണ്ട്? ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഉച്ച സീനല്ലേ അത് നൈസായി. ഉച്ചക്കുള്ള ഇല്ല. ഇത് നമ്മൾ രണ്ടാമത്തെ വ്ളോഗ്. അത് എനിക്ക് തോന്നി 2 വ്ളോഗ് എടുത്ത് ഒരു വ്ളോഗ് അത് കിടിലല്ലേ. അത് ഒരുമാതിരിയായിട്ട് രാവിലെ ഞങ്ങളെ വെറുതെ വെയിലത്ത് ഓട്ടിച്ചില്ലേ. ഞങ്ങള് കഴിഞ്ഞ വ്ളോഗ് പോയി കണ്ടോക്ക്. ഞങ്ങളെ വെയിലത്തിട്ട് ഓട്ടിച്ച് ഇവര്. എത്ര ഓട്ടോ ഓടിയിട്ടൊന്നുമില്ല, എത്ര നടന്നു അറിയ വെയിലത്ത്. നിന്റെ ചാർജറോ? നീ വലിക്കൊണ്ടല്ലോ അപ്പൊ. അപ്പൊ കൊണ്ടത്. അപ്പൊ നീ എവിടെ വെച്ച്? അവിടെ പോയി നോക്ക്.
നീ എവിടെ വെച്ചിട്ടുണ്ട്? നീ അകത്തേക്ക് നീ ഈ റൂമിക്കല്ലേ ആദ്യം വന്ന പോട്ടെ ഇവിടെ ഉള്ള കാര്യം പറയാലോ. വ്ളോഗ് എടുത്തെടുത്തതിന്റെ സ്റ്റോറേജ് അങ്ങനെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന കൊല്ലം കാണിച്ചു തരുന്നില്ല. നന്ദു ഇവിടേക്ക് നന്ദുവിനെ കാണിച്ചു തന്നിട്ട് അവൻ്റെ നിങ്ങളെ ഫ്രണ്ട് നന്ദുവിൻ്റെ അടുത്ത റെസിപ്പി പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് ഉപ്പിടുക, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ? ഉപ്പാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓവർ മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫ്രൈ ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത് തിന്ന് ഉച്ചയ്ക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ചോറ് മുഴുവൻ അതുകൊണ്ട് തന്നെ തിന്ന് തീർത്ത്. അപ്പോൾ ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരുന്നില്ല, സ്റ്റോറേജ് തീരില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം സാധനം എങ്ങനെ ഉണ്ടായിരുന്നു, റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. നന്ദു ഉണ്ടാക്കിയായിരിക്കും. ഞാൻ ഇളക്കും മാത്രമേ ഉള്ളൂ, ബാക്കി വല്ല നന്ദു ആയിരിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും, ബാക്കി വല്ല നന്ദു ആയിരിക്കും. ഞാൻ ഇളക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ പണി, ഇളക്കൽ മാത്രമേ എൻ്റെ പണി. സ്റ്റോറേജ് തീരില്ല. പക്ഷേ സ്റ്റോറേജ് തീരില്ല, ഇങ്ങനെ മാറിപ്പോണ്ട്. നിർത്തി ഇങ്ങനെ വർത്തമാനം പറയുമ്പോഴല്ലോ ലൂന്നൊക്കെ വരുന്നുണ്ട് പറയുമ്പോഴൊക്കെ. സോയാബീൻ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കാണില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? സോയാബീൻ നല്ല കിടിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയും കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, അതിൽ ഏത് മസാല? മീറ്റ് മസാല ഇറങ്ങായിരുന്നു. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നു കേട്ടോ, സോറി. അത് ഇറങ്ങായിരുന്നു, അത് അതിൻ്റെ ഒരു ഗുമ്മിട്ടുള്ളൂ. മീറ്റ് മസാല ആയിട്ടല്ല അതിൻ്റെ ഗുമ്മിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറയാൻ മറന്നു കേട്ടോ. എന്തായാലും ഫുഡ് ആയിക്കോട്ടോ. ജനലെല്ലാം തുറന്നിട്ടിരിക്കണതാ, ചൂട് സഹിക്കാൻ വയ്യ. ഇത്ര നേരം ഗ്യാസിലായതുകൊണ്ട് ഓവർ ചൂടില്ല. അതിന് മറ്റേ അടുപ്പാണെങ്കിൽ വിറക് ഇട്ട് കത്തിക്കണ അടുപ്പാണെങ്കിൽ പുകഞ്ഞ് കത്തിയാനേ ഞങ്ങളോ. മേലെ എന്താ അറിയാടാ, ബീഫോ? മേലെ ബീഫ് എന്തൊക്കെയോ ആണ്. നന്ദു ഞാനിതാ ഞങ്ങൾക്ക് ഡെയിലി ഇതേപോലെ തന്നെ കേട്ടോ. ഉണ്ണി പാവം ബീഫും ചിക്കനൊക്കെ തിന്നണ ഉണ്ണി ഇവിടെ വന്നിട്ട് സോയാബീൻ പച്ചച്ചോറും തിന്ന് മൊത്തം തിന്നണ കേട്ടോ. വിഷമൊക്കെ അപ്പോൾ അച്ഛൻ്റെ റൂമിലെ ടി വിയിൽ പാട്ട് വെച്ചിട്ടേ കോമഡി പറഞ്ഞതാണ്. കോമഡി ഈ പാട്ട് ചോ മാളൊക്കെ ഡാൻസ് കളിക്കുന്ന കാണണം. ഇങ്ങനെയൊക്കെ ഫോണൊക്കെ എടുത്ത് ഡാൻസ് കളിക്കായിരുന്നു ഈ പാട്ട് കേട്ടിട്ട്. ആള് വേഗത്തൊക്കെ ഡാൻസ് കളിക്കണായിരിക്കോ. അത് പറഞ്ഞതല്ലേ നന്നായി. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ചെയ്യും. കിട്ടിയ എന്തോന്നും അറിയില്ല. എന്തായാലും ഇട്ടോട്ടെ. അല്ലെങ്കിൽ ഇട്ടിട്ട് കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ആക്കിയിട്ട് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട പാട്ട് റേസ് ചെയ്ത് കളയാലോ. അങ്ങനെ ചെയ്യാം. അത് ഇതാക്കണ്ടല്ലോ. തണുത്തള്ളം ഉണ്ട്, നമുക്ക് തണുത്തള്ളം കുടിച്ചിട്ട് നമുക്ക് എവിടെയും സൈഡ് ആവട്ടെ. കോപ്പിറൈറ്റ് കിട്ടും. അത് അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഇന്നലെ ഞങ്ങൾ വിരിച്ചോണ്ട് ഇന്ന് ഉണ്ണീനെ കൊണ്ട് വിരിപ്പിക്കുക. ഇന്നലെ ഞാനോ നന്ദു, ഇന്നലെ ആരും വിരിച്ചോണ്ട് ഇന്നലെ നന്ദു വിരിച്ച്. ഇല്ല ഡെയിലി ഞാൻ വിരിക്കാറ്. എന്താ മേത്തെ കൊടയാണ് കൊടയല്ലേ. ഇന്ന് ഉണ്ണീനെ കൊണ്ട് ഉണ്ണിക്ക് വിരിക്കുക അറിയോ ഇല്ല നോക്കട്ടെ. ഉണ്ണിക്ക് ഇതെന്താ ഉണ്ണിയത്? അവിടെ നല്ലോണം വിരിച്ച് കാണുന്ന നല്ലോണം ഉറക്കാൻ വരും. അതാ എത്ര വണ്ടിന്നോ ഉണ്ണി ആകെ ഡീലറാണല്ലോ. ഞാൻ എടുത്തു തരട്ടെ? അതിൽ എണ്ണല്ല. എവിടെ? അത് വിളക്കത്തിക്കണല്ലേ? എന്താപ്പ ചെയ്യാ അമ്മ? ഇന്നുണ്ടല്ലോ ഇതൊക്കെ 2 വ്ളോഗ് ഞാൻ എടുത്തറിയോ? ഇവിടെ 2 വ്ളോഗ് എടുത്ത് ഞാന്. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണ്ടമ്മ. അമ്മ എന്റെ മുടിക്കെന്തോ ഇപ്പൊ അന്ന് നന്ദു എന്തോ ഒരു സാധനം കൊണ്ട് കളറല്ലേ? അല്ല അവനല്ല തേച്ചത്, ഞാന് തേച്ചത്. അപ്പൊ ഇതൊക്കെ എന്റെ മുടിയൊക്കെ വളർന്ന് പന്തിച്ച് വെട്ടാൻ വേണ്ടി ഞാൻ എന്നിട്ട് വെട്ടിയ കുറച്ച് കുറവുണ്ട്. കളറമ്മ പോയിക്കോളമ്മ. ഇതിപ്പോ വെളിച്ചല്ലേ കളറ് കാണുള്ളൂ. ഈ അമ്മയ്ക്ക് എവിടെ നല്ല കളർ കാണുണ്ടല്ലോ. ഇതോ ക്യാമറന്റെ ഫ്രണ്ടിൽ ഒരു കളർ കാണില്ല. ആ സൂര്യപ്രകാശം നട്ടുമുണ്ടല്ലോ, അത് ചോദിച്ചു. അമ്മ നാളെ സിനിമ കാണാൻ പോട്ടെ. ഞാൻ പറഞ്ഞിക്കണേ
ഇപ്പൊ തെറി ഏട്ടേനെ ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞു ബ്ലോഗ് എടുക്കുമ്പോ തെറി വിളിക്കല്ലേ അമ്മ. അമ്മയുടെ അടുത്ത് ഞാൻ പറയാം ബ്ലോഗ് എടുക്കുമ്പോ തെറി വിളിക്കല്ലേ. അമ്മയുടെ അടുത്ത് കിങ്ങിണി അടുത്ത് മിക്കവാറും മെയിൻ ആയിട്ട് ഞാൻ പറയാം അമ്മയുടെ അടുത്ത് കിങ്ങിണി. ചെക്കനല്ലല്ലോ. ചെക്കനല്ലല്ലോ. അതാ അമ്മ പോട്ടമ്മ. അമ്മ ഉമ്മ ഉമ്മ അമ്മ പോട്ടമ്മ. അമ്മ ഞാൻ ഉറങ്ങട്ടെ. അമ്മ അമ്മ നോക്ക് എന്നെ റാഗയാണ്. അമ്മ വാലടിച്ചോ. ജിമ്മിക്ക് ചോറ് എടുത്താണോ? ജിമ്മി ചോറ് എടുത്താണോ? ആ ഞങ്ങള് വാലടിക്കട്ടെ. അമ്മ ആ കുറ്റിട. ഓക്കെ ജനല് കുറ്റിട്ട് വാതില് കുറ്റിട്ട് ജനല് കുറ്റിട്ട് നമ്മള് വാല് കുറ്റിയിട്ടുണ്ട്. ഈ ജനലും കൂടി കുറ്റി തരട്ടെ. ചൂട് നല്ല കുറവുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കട്ടെ കേട്ടോ. കുറെ വ്ളോഗ് കുറെ ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ നിൽക്കട്ടെ. അടിപൊളിയായിരുന്നു. ചൂട് ഞാൻ മറന്നു. ചൂടിന്റെ കാര്യം വരെ ഞാൻ മറന്നുപോയി കുറച്ച് ടൈം മുന്നേ കേട്ടോ. കടന്നിറങ്ങാൻ പോയിട്ട് ഞാൻ നേരത്തെ പകുതി വെച്ച് പറഞ്ഞ കൊല്ലം കട്ടായി പോയിട്ട്. കാരണം എന്താ അറിയോ, സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇപ്പൊ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ക്ലിപ്പെല്ലാം ഡിലീറ്റ് ആക്കണം. ഞാൻ അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ട് ആ വീഡിയോ കുറെ വട്ടം കണ്ടു കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം എന്നാൽ അതും സോൾവ് ആക്കിയിട്ട് വേണം അതും ഡിലീറ്റ് ആക്കണം. ഈ സ്റ്റോറേജ് ലാഭിക്കണ്ടേ. അപ്പോൾ അതും ഡിലീറ്റ് ആക്കണം. കൊല്ലം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഡിലീറ്റ് ആക്കണമെങ്കിൽ. ഇപ്പോൾ റൂമിലുള്ള കയറിയപ്പോൾ ചെറിയ പോയി ഞാൻ തുടങ്ങിയിട്ട് എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജനൽ തുറന്നിടും കേട്ടോ. 2 ജനലും തുറന്നിടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.